ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ എണീറ്റേ ഉള്ളൂ. ഇന്നിപ്പം ലേറ്റായിട്ടാണ് എണീറ്റേക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് ഇത്തിരി ഹെക്റ്റിക്കായ ദിവസമാണ്. ഗണേശനും ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ മോന് സ്കൂളുണ്ട്. ഓക്കെ, എനിക്ക് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പം ആകെ മൊത്തം എല്ലാം ഒതുക്കിയിട്ട് വേണം. അപ്പം വളരെ ലേറ്റായി. ഇന്ന് അലാറം അടിച്ചപ്പോൾ സ്നൂസ് ചെയ്ത് കിടന്നുറങ്ങി. അപ്പം ഈ അലാറം അടിക്കുമ്പോൾ സ്നൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങരുതെന്ന് എപ്പോഴും വിചാരിക്കും. പക്ഷേ അത് സ്നൂസ് ഫസ്റ്റ് അലാറത്തിൻ്റെ ബെല്ല് കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എണീക്കാൻ തോന്നില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പം കുറച്ച് ഭയങ്കര ടയേർഡും ആയതുകൊണ്ട് എണീക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് ഹെക്റ്റിക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പം കുക്കിംഗ് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ടൈമൊന്നുമില്ല. അപ്പം ഇപ്പം തന്നെ മണി 7 o'clock ആയതുകൊണ്ട് തന്നെ അവർക്കൊരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങണം. അപ്പോഴേക്കും നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റാക്കണം. എന്താണെന്ന് വെച്ചാൽ കുക്കിങ്ങിന് നമുക്ക് കുറച്ച് ടൈം മതി. പക്ഷേ മോനെ എണീപ്പിച്ച് കുളിപ്പിച്ച് സ്കൂളിൽ വിടാനാണ് ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട്. അപ്പം നമുക്ക് ഡേ വന്നിട്ട് ടീയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുള്ള ഈശ്വരന്മാരുടെ ഫോട്ടോസൊക്കെ ക്ലീൻ ചെയ്യുക, ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഇവിടെ പൂജയുടെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി വിളക്ക് തേക്കണം. ഇതാണ് ഗണേശൻ്റെ അച്ഛനും അമ്മയും കേട്ടോ. അപ്പം ഈ ഫോട്ടോ ഇവിടുന്ന് മാറ്റണം വിചാരിക്കുന്നുണ്ട്. അപ്പം ആരൊക്കെ പറഞ്ഞു വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ പൂജയുടെ അവിടെ വെക്കാൻ പാടില്ലെന്ന്. അപ്പം അതൊന്ന് മാറ്റണം. നമുക്ക് അവരും ഈശ്വരന്മാരല്ലേ, അച്ഛനും അമ്മയല്ലേ. അപ്പം അതുകൊണ്ടാണ് അവിടെ തന്നെ വെച്ചത്. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു റിലേറ്റീവ്സൊക്കെ വന്നപ്പോൾ അവിടെ വെക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേറെ സ്പേസ് കണ്ടുപിടിക്കണം. അപ്പം എല്ലാം ക്ലീൻ ചെയ്ത് പറ്റുന്ന രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി വന്നിട്ട് ഇന്ന് വിളക്കൊന്ന് കഴുകിയിട്ട് വിളക്ക് കത്തിച്ചിട്ട് വേണം പോവാനായിട്ട് ഡാൻസ് ക്ലാസ്സിന്. അപ്പം അതാണ്. അപ്പോൾ വിളക്കൊക്കെ ആകെ പച്ചപ്പ് പിടിച്ചിട്ട് കിടക്കുകയാണ്, ക്ലാവേ. അപ്പം ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള വഴിയാണെന്നൊന്നും പറയാനില്ല. എന്നാലും ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം പുളി നമ്മൾ തേച്ച് വെക്കും. ഇല്ലെങ്കിൽ ലെമൺ ഉണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ ഉണ്ടെങ്കിൽ അത് തേച്ചാൽ മതി. എന്നിട്ട് പീതാംബരി പൗഡർ ഇട്ടിട്ട് കുറച്ച് നേരം പുളി തേച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ പീതാംബരി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഓക്കെ, നാരങ്ങ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നാരങ്ങ മുറിച്ചിട്ട് പീതാംബരി പൗഡറിൽ വന്നിട്ട് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് നമുക്കത് വെച്ച് തേച്ചാൽ മതി. അപ്പോൾ ഞാൻ വിളക്കൊക്കെ തേച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പം ഇനി കുറച്ചുകൂടി ക്ലാസ്സിലേക്ക് ഇറങ്ങാൻ പോണ വഴിക്ക് മോർണിംഗ് പതിവ് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കട്ട് ചെയ്ത് വയ്ക്കും. അത്ര ഗുഡാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഈസി അതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണിയൊക്കെ ഇന്നലെ വാഷ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 90% ഡ്രൈ ആയിട്ടുണ്ട്. അതൊന്ന് വെളിയിലെടുത്ത്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഒരു 3-3:30 ആകുമ്പോഴേക്കും ഇറങ്ങി. കാരണം കുഞ്ഞിനും പിക്ക് ചെയ്തിട്ട് വേണമല്ലോ പോകാൻ. അപ്പോൾ അവൻ്റെ സ്കൂളിലോട്ട് ഞാൻ പോയത് ഗവൺമെൻറ് ബസ്സിലാട്ടോ. അപ്പം ഇന്ന് ഗണേശും ഇല്ല, ഓട്ടോ പിടിക്കാൻ വയ്യ എന്ന് വിചാരിച്ചു. ഊബറൊന്നും ബുക്ക് ചെയ്യാൻ വയ്യ. അപ്പം ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടല്ല കുറച്ചുകൂടി ബെറ്റർ എന്ന് വിചാരിച്ച് ഗവൺമെൻറ് ബസ്സിലാണ് വന്നത്. ഗവൺമെൻറ് ബസ്സിൽ തമിഴ്നാട്ടിൽ ടിക്കറ്റ് ഫ്രീ ആണ് ലേഡീസിന്. അപ്പം അതൊരു നല്ല കാര്യം കേട്ടോ. അപ്പം ഈ കുറച്ച് ദൂരമൊക്കെ നമുക്ക് ഉള്ളൂ വെച്ചാൽ നമ്മൾ അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇറ്റ്സ് ഗുഡ് നോ. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഡാൻസ് ക്ലാസ്സിലെത്തി. അപ്പോൾ ഇന്ന് 2-3 അഡ്മിഷൻസ് പുതിയതുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി ആദ്യം സമയത്ത് തന്നെ വന്നായിരുന്നു. ബാക്കി 2 പേര് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ കുറച്ച് കളിപ്പാട്ടം കണ്ടു കേട്ടോ. അപ്പോൾ കളിപ്പാട്ടം കണ്ടപ്പോൾ നമ്മളാൾ വിടുമോ? അപ്പോൾ ഗണേശും കൂടി തിരിച്ച് പിക്ക് ചെയ്യാൻ ഗണേശ് വന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഏതൊക്കെയോ 2-3 കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങി വെളിയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് വന്നു. അപ്പോൾ ചോളാപ്പൂരിയാണ് കഴിച്ചത്, ഗണേശ് റൊട്ടിയാണ് കഴിച്ചത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.